അശ്വമലയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം. ഞാൻ മധുസൂദന പണിക്കർ, അകത്തേത്തറ കളരിക്കൽ, പാലക്കാട്. 2024 വർഷം എല്ലാ ഇടവരാശിക്കാർക്കും ഒരു പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട്, പ്രത്യേകിച്ച് എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ദീർഘായുസ്സും ഭഗവത് പ്രീതിയും പ്രദാനം ചെയ്യണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. 2023 വർഷത്തെ അപേക്ഷിച്ച് ഈ 2024 വർഷം നമുക്കൊരുപാട് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധികളും കാര്യപ്രാപ്തിയും ധനാഗമവും ഉള്ള ഒരു വർഷമായിട്ടാണ് ഈ വർഷം സൂചിപ്പിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുന്ന പക്ഷം അതാത് കാലത്തുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ അത് സഹായകമാകും. നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ വായിക്കുക. അതിലെല്ലാ ലിങ്കുമുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയുടെയും വിശദാംശങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ സംശയങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന പക്ഷം മറുപടി കൊടുത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ വിശദമായിട്ടുള്ള കാര്യങ്ങൾക്ക്, ജാതക പരിശോധനയ്ക്കൊക്കെ ദൂരെയുള്ളവർക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അടുത്തുള്ളവർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്ത് തീർച്ചയായിട്ടും നേരിൽ വന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പോകുന്നതും നന്നായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നു. 2024 വർഷം ഇടവരാശിക്കാർക്ക് എന്തൊക്കെയാണ് ഫലങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ 2024 വർഷത്തിൽ പൊതുവെ സാമ്പത്തികപരമായിട്ട് അഭിവൃദ്ധിയുള്ള ഒരു വർഷമായിട്ടും എല്ലാ പ്രവൃത്തികളിലും വിജയവും കാര്യപ്രാപ്തിയും സാമ്പത്തികപരമായിട്ടുള്ള വരുമാനങ്ങളും അതുപോലെ തന്നെ മനസ്സുഖങ്ങളും ദേഹസുഖങ്ങളും നമുക്ക് ഈ വർഷം പ്രദാനം ചെയ്യും എന്ന് കാണുന്നു. ചെറിയ ആയുധ ഭയങ്ങൾ, ചെറിയ അപകടങ്ങൾ, ഇതൊക്കെ അല്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാഹനയാത്ര വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളൊരു സൂചന പ്രത്യേകിച്ച് തരുന്നു. അതുപോലെ തന്നെ ഈ പൊതുവിഷയങ്ങളിറങ്ങി ചെറിയ അഭിപ്രായ ഭിന്നതകളോ മനക്ലേശങ്ങളോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലർക്ക് ചെറിയ അപവാദങ്ങളോ മനക്ലേശങ്ങളോ ഒക്കെ കേൾക്കാം. അതുപോലെ ഈ സ്വന്തം ബന്ധങ്ങളൊക്കെ അകാരണമായിട്ട് വിട്ടുനിൽക്കുന്ന ഒരവസ്ഥകളും ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റപ്പെടുന്നതായിട്ടുള്ള ചില സ്ഥിതിവിശേഷങ്ങളും ഉണ്ടാവും എന്നൊരു സൂചന തരുന്നുണ്ട്. എങ്കിലും കർമ്മരംഗത്ത് അഭിവൃദ്ധിയും സാമ്പത്തിക ലാഭങ്ങളും പൊതുവെ കുടുംബ അന്തരീക്ഷത്തിൽ നമുക്ക് സമാധാനപരമായിട്ടുള്ള യോഗങ്ങളും ദൂരദേശ യാത്രകളും ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. നമുക്ക് വന്നു ചേരാനുള്ള സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് വന്നു ചേരേണ്ട പ്രൊമോഷൻ മുതലായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കുള്ള മാറ്റങ്ങളുമെല്ലാം ഈ വർഷം സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് ഈ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വരവിൽ കവിഞ്ഞ ചെലവുകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ധനം വിനിയോഗിക്കുകയും അത് പെട്ടെന്ന് നമുക്കതിൽ നിന്നുള്ള റിട്ടേൺസ് ഒന്നും ലഭിക്കാത്ത ഒരു സാഹചര്യങ്ങളും ഉണ്ടാവാം. ചില വ്യക്തികൾക്ക് അധിക ചെലവുകളായിട്ട് വരാനുള്ള സാധ്യതകളും, ചില വ്യക്തികൾക്ക് മറ്റേതെങ്കിലും കാര്യങ്ങൾ നിക്ഷേപിച്ചിട്ട് അതൊന്നും നമുക്ക് റിട്ടേൺസ് ഒന്നും വരാത്ത ഒരു അവസ്ഥയും നമുക്ക് ഉണ്ടാവാൻ സാധ്യത സൂചിപ്പിക്കുന്നു. എങ്കിലും രണ്ടാം പകുതിയിൽ സാമ്പത്തികപരമായിട്ട് നമുക്ക് പുരോഗതി പ്രതീക്ഷിക്കാം എന്നും ഒരു സൂചന നമുക്ക് തരുന്നുണ്ട്. അതേപോലെ അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ നമ്മളെ തേടിയെത്തും. അതേപോലെ തീർച്ചയായിട്ടും കർമ്മരംഗത്ത് അഭിവൃദ്ധിയും സ്ഥാനമാനങ്ങളും ഒക്കെ വന്നു ചേരാനുള്ള സാധ്യതകൾ പറയുന്നു. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല അഭിവൃദ്ധിയുള്ള ഒരു കാലഘട്ടമായിട്ടും, ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും തീർച്ചയായിട്ടും വിജയം കൈവരിക്കാൻ പറ്റുന്ന ഒരു വർഷമായിട്ടും, വാണിജ്യ വ്യവസായ മേഖലയിൽ ഒക്കെ തീർച്ചയായിട്ടും പറയത്തക്ക നല്ല ഉണർവും പുഷ്ടിയും ഉണ്ടാകുമെന്നുള്ള സൂചനകളും ഈ വർഷം നമുക്ക് തരുന്നുണ്ട്. ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവ് ചെയ്യുന്ന ഒരു പ്രവണതയും, പ്രത്യേകിച്ച് ചെറിയ ചെറിയ കാര്യതടസ്സങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ടാവും എന്ന് പറയുന്നു.
ദൂരദേശ യാത്രകൾ വേണ്ടിവരും എന്നാണ് സൂചിപ്പിക്കുന്നത്. കർമ്മമേഖലയിൽ കുറച്ച് അധ്വാനം കൂടുതലായിരിക്കും, അല്പം ഭാരം കൂടുതലായിരിക്കും എന്ന് കാണുന്നുണ്ടെങ്കിലും പക്ഷെ തക്കതായിട്ടുള്ള ഒരു പ്രതിഫലങ്ങൾ നമുക്ക് വരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അത് വളരെ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളായിട്ട് മാറാനും മനസമാധാനം ഉണ്ടാവാനും യോഗമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. നമ്മുടെ അനുഷ്ഠാന കാര്യങ്ങളിലും ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു വർഷമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. കഴിയുന്നത്ര ധർമ്മകാര്യങ്ങൾ ചെയ്യാനായിക്കൊണ്ട് ശ്രമിക്കണം. അശരണർക്കും അഗതികൾക്കും അകമൊഴിഞ്ഞ സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അവരുടെ ഉപാസനാ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും ആത്മീയ യാത്രകൾ ഈ വർഷം വേണ്ടിവരുന്നതായിട്ടും സൂചിപ്പിക്കുന്നു. ഇഷ്ടസ്ഥലത്തേക്കുള്ള മാറ്റങ്ങളും അതുപോലെ തന്നെ ദൂരദേശ യാത്രകളും ദൂരെയുള്ള വ്യക്തികളെന്നും കൊണ്ടുള്ള ഗുണങ്ങളും ഒക്കെ ഈ വർഷം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. വിദ്യാഭ്യാസപരമായിട്ട് നല്ല അഭിവൃദ്ധിയും ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ജോലിയിൽ പ്രവേശിക്കാനുള്ള യോഗങ്ങളും ഗവൺമെൻറ് തലത്തിലുള്ള ആനുകൂല്യങ്ങളും നേടാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നു. പ്രതീക്ഷിക്കാത്ത നല്ല ഭാഗ്യയോഗങ്ങളും അതുപോലെ തന്നെ ഉന്നതമായിട്ടുള്ള അവസ്ഥയൊക്കെ കൈവരിക്കാനും പറ്റുന്ന ഒരു വർഷമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്ലാനിങ് വേണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതാത് സമയത്ത് അപ്പപ്പുള്ള തീരുമാനങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ പോവാതെ മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും അത് വിജയത്തിലെത്തിക്കാൻ സാധിക്കും എന്ന് സൂചിപ്പിക്കുന്നു. വിവാഹമംഗളകർമ്മങ്ങളൊക്കെ നടക്കാനും അതുപോലെ തന്നെ ദാമ്പത്യ സൗഖ്യം ഉള്ള ഒരു വർഷമായിട്ടും സന്താനങ്ങളെക്കുറിച്ച് അല്പം അരിഷ്ടതകളും മനക്ലേശങ്ങളും ആകുലതകളും ഒക്കെ ഉണ്ടാവുമെങ്കിലും അത് നമ്മൾ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ച് ഈശ്വര്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അവരുടെ നമ്മുടെ ജാതകവശാലുള്ള ഫലങ്ങളെയൊക്കെ ഒന്ന് മനസ്സിലാക്കി വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും ഭൂമി വസ്തു വാഹനാദി കാര്യങ്ങളൊക്കെ വാങ്ങിയെടുക്കാനും ഒക്കെ ഈ വർഷം യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യാഴംപിഴ നടക്കുന്ന ഒരു വർഷമായതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഒക്കെ വളരെയധികം നന്നായിരിക്കും. അതുപോലെ ശനിദോഷ പരിഹാരങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. അലച്ചിലുകൾ ഒഴിവാക്കുക. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം ഈ വർഷം ആവശ്യമാണ്. എങ്കിലും നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് ചിലവഴിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ കാണുന്നു. എന്തെങ്കിലുമൊക്കെ റെനോവേഷൻ വർക്കുകൾ, ഗൃഹം മൂടി പിടിപ്പിക്കുക, പുതുക്കിപ്പണിയുക, അങ്ങനെയുള്ള ക്രയവിക്രയങ്ങൾ മുതലായിട്ട് എല്ലാ കാര്യങ്ങളും ഈ വർഷം നടക്കും എന്നുള്ള സൂചനയും തരുന്നുണ്ട്. എല്ലാത്തിലും അത്യാർഭാടം ഒഴിവാക്കുന്നത് നന്നായിരിക്കും എന്ന് ഈ വർഷം സൂചിപ്പിക്കുന്നുണ്ട്. അകന്നുപോയിട്ടുള്ള സ്വന്തം ബന്ധങ്ങളും മറ്റുമൊക്കെ അടുത്തു കൈകൂടി വരാനും ഈ വർഷാവസാനത്തോടു കൂടി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള പ്രാപ്തിയും കഴിവും അതുപോലെ തന്നെ നമുക്ക് പ്രവർത്തികളിൽ വിജയവും സാമൂഹികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ വിജയവും ഒക്കെ ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഉന്നതി കൈവരിക്കാൻ പറ്റുന്ന ഒരു വർഷമായിട്ടും രാഷ്ട്രീയം മുതലായിട്ടുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അർഹിക്കുന്ന സ്ഥാനമാനങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു വർഷമായിട്ടും പല വ്യക്തികൾക്കും ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമായിട്ടും ഉന്നത അധികാരലബ്ധി, സ്ഥാനമാനങ്ങൾ എന്നിവ തേടിയെത്താനുള്ളതായിട്ടുള്ള യോഗങ്ങളായിട്ടും ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളും സന്നദ്ധ പ്രവൃത്തികളും ചാരിറ്റി മുതലായിട്ട് കാര്യങ്ങളും ഒക്കെ നടപ്പിലാക്കാനുള്ള സാധ്യതകളും ഈ വർഷം സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുതകൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഈ വർഷം നമുക്ക് പൊതുവെ ഒരു പൊതു ഫലങ്ങൾ നമ്മൾ കണക്കാക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല ഫലമാണ് ഇടവൻ രാശിക്കാർക്ക് കാത്തിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. ചില വ്യക്തികൾക്ക് ജാതകവശാൽ എന്തെങ്കിലും അരിഷ്ടതകൾ കടന്നു പോകുന്ന സമയങ്ങളാണെങ്കിൽ ഈ വർഷം അല്പം ബുദ്ധിമുട്ടുകൾ നേരിടും എന്നുള്ളത് കൊണ്ട് അവരവരുടെ ജാതകങ്ങളൊക്കെ പരിശോധിച്ച് സമയാസമയത്ത് വേണ്ടതായിട്ടുള്ള പ്രാർത്ഥനകളും വഴിപാടും ഒക്കെ ചെയ്തു പോകുന്ന വർഷം തീർച്ചയായിട്ടും നല്ല ഒരു മാറ്റങ്ങൾ നമുക്ക് വരുത്താനെക്കൊണ്ട് സാധിക്കും എന്നുള്ളതും ദൈവാനുഗ്രഹത്തിനായിക്കൊണ്ട് നല്ല പ്രാർത്ഥനകളും കാര്യങ്ങളും ചെയ്തു മുന്നോട്ട് പോകണം എന്നുള്ളതും ഈ വർഷം എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പൊതുവേ ഈ വർഷം പറയത്തക്ക നല്ല ഫലങ്ങൾ ഇടവരാശിക്കാർക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാവട്ടെ, ഭഗവത് പ്രീതി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അറിവുകൾ തീർച്ചയായിട്ടും എല്ലാ ഇടവരാശിക്കാർക്കും ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും പ്രത്യേകിച്ച് മറക്കരുത്. വരുംകാലത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും
കാണാനായിക്കൊണ്ട് ശ്രമിക്കുക. ചാനൽ കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യാനായിക്കൊണ്ട് ശ്രമിക്കുക. ശാസ്ത്രങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന അറിവുകൾ നമ്മൾ ക്രോഡീകരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഉന്നമനത്തിനായിക്കൊണ്ട് പരിശ്രമിക്കുക. തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ, എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, ഭഗവത്പ്രീതി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.